പകുതി വില തട്ടിപ്പിൽ ഇതുവരെ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യപ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകി. 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസുകൾ അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGPക്കാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല. മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു. അതേസമയം പകുതി വില തട്ടിപ്പ് പോലുള്ളവയിൽ പോലീസിന് പരിമിതികൾ ഉണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ഇടയുണ്ട് എന്ന് കരുതി കേസെടുക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ചാരിറ്റി എന്ന പേരിൽ ഒരു മേശയും 4 കസേരയും ഇട്ട് പരസ്യം നൽകി തട്ടിപ്പ് നടത്തുന്നവർ ഉണ്ടെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിരിക്കുന്നത്? ഒപ്പം ചാരിറ്റി സംഘടനകൾക്കെതിരെയും ചിലത് പറയുന്നുണ്ട് അദ്ദേഹം. ലക്ഷ്മി, 2 സുപ്രധാനമായ കാര്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ 1343 കേസുകൾ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഒരുപാട് ആളുകളെ ഇരകളാക്കപ്പെട്ട കേസായി തന്നെ ഇതിനെ കാണുകയാണ് സർക്കാർ. 665 കേസുകൾ ഇതിൽ ക്രൈംബ്രാഞ്ചിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. നിലവിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാവരുടെയും അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പ്രമുഖരുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച് വിശ്വാസ്യത നേടിയിട്ടാണ് ഈ സംഘം തട്ടിപ്പ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിൽ ചേർന്ന എല്ലാവർക്കും ആനുകൂല്യങ്ങളും അവർ ഓഫർ ചെയ്ത കാര്യങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷം മറ്റുള്ള ആളുകളെയാണ് കബളിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സംഘം മാറിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാഷ്ട്രീയക്കാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ തട്ടിപ്പിന് ഇരയായവർക്ക് അവർക്ക് നഷ്ടമായിട്ടുള്ള തുക തിരിച്ചു നൽകുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് അത്തരം തുക തിരിച്ച് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മറ്റൊന്ന്, ഈ ചാരിറ്റി പ്രവർത്തനം, ചാരിറ്റി ഏറ്റവും നല്ല നിലയ്ക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടി വരുന്നുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടത് പൊതുസമൂഹമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങുന്നതാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് അവസരമുണ്ടാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലിടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവും ഇത്തരത്തിൽ അതിബുദ്ധിമാന്മാരും മിടുക്കന്മാരുമാണ് മലയാളികളെന്ന പൊതുബോധം മലയാളികൾക്കുണ്ട്. ഇത് തന്നെയാണ് ഇവരെ കൂടുതൽ പറ്റിക്കാൻ, മലയാളികളെ കൂടുതൽ പറ്റിക്കാൻ ഇടയാക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം. ഇതിൽ ഉൾപ്പെട്ട് സംസാരിച്ച സ്പീക്കറും ജഡ്ജിമാർ വരെ ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്പീക്കറും പറയുന്നുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ ഇത്തരത്തിലുള്ള മനോനിലയാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ വിശദീകരിച്ച് സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവാക്കളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. യുവാക്കളിൽ ആക്രമണോത്സുകത വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി ലഹരിയെ കാണുകയാണ്. ഇതിനെതിരായി സമൂഹത്തെ അണിനിരത്തണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ലഹരിക്ക് ഇരയായവരെ ഇരകളായി തന്നെ കാണണം. അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത്. അവരെ ലഹരിയിൽ നിന്ന് മുക്തമാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ഒരു ഗൗരവമായിട്ടുള്ള വിഷയമായി കണ്ടുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി അണിനിരക്കണം. ലഹരിക്ക് ഇരയായവർക്ക് മറ്റൊരു ചിത്രം നൽകി അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുതെന്ന് കൂടി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ പരിഗണന, അത് സഭ ഇപ്പോൾ ആ വിഷയം പരിഗണിക്കുകയാണ്. ലക്ഷ്മി.